നമസ്കാരം. മുൻമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ കുട്ടി അഹമ്മദ് കുട്ടി ഇന്ന് പുലർച്ചെ അന്തരിച്ചിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായി സൗഹൃദങ്ങളും പൊതുജന സ്വീകാര്യതയും ഉണ്ടായിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. കുട്ടി അഹമ്മദ് കുട്ടിയുടെ വിയോഗം കേരള രാഷ്ട്രീയത്തിൽ തീരാനഷ്ടമാണ്. രാഷ്ട്രീയമായി എതിരാളികൾ ആയിരുന്നവർ പോലും അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നു. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു തിരികൂടി അണഞ്ഞു എന്നാണ് KT ജലീൽ MLA കുട്ടി അഹമ്മദ് കുട്ടിയെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞത്. അഴിമതിയുടെ കറ പുരളാത്ത നേതാവായിരുന്നു അദ്ദേഹമെന്നും KT ജലീൽ ഫേസ്ബുക്കിൽ കുറിച്ച അനുസ്മരണക്കുറിപ്പിൽ പറഞ്ഞു. അധികാര പദവികൾ വിട്ടൊഴിഞ്ഞപ്പോൾ സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തപ്പെട്ട പൂർവ്വകാല രാഷ്ട്രീയ നേതാക്കളിൽ ഒരാൾ, വായന ശീലമാക്കിയ മലപ്പുറംകാരൻ, അറിവ് തേടിക്കൊണ്ടേയിരുന്ന ഭരണകർത്താവ് ആയിരുന്നു അദ്ദേഹമെന്നും KT ജലീൽ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെ: സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു തിരികൂടി അണഞ്ഞു. ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയായി സമ്പന്ന കുടുംബത്തിൽ ജനിച്ച വ്യക്തി. അതിൽ നല്ലൊരു ഭാഗം പൊതുപ്രവർത്തന വീഥിയിൽ ചെലവിട്ട് അഴിമതിയുടെ കറ പുരളാതെ കുട്ടി അഹമ്മദ് കുട്ടി വിട ചൊല്ലി. അധികാര പദവികൾ വിട്ടൊഴിഞ്ഞപ്പോൾ സാമ്പത്തിക നഷ്ടത്തിൻ്റെ കണക്ക് രേഖപ്പെടുത്തപ്പെട്ട പൂർവ്വകാല രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ, വായന ശീലമാക്കിയ മലപ്പുറംകാരൻ, അറിവ് നേടിക്കൊണ്ടേയിരുന്ന ഭരണകർത്താവ്, അക്ഷരങ്ങളെ പ്രണയിച്ച സംവാദപ്രിയൻ, ഒരിക്കലും കോപിക്കാത്ത പ്രകൃതക്കാരൻ, സഹപ്രവർത്തകരോട് ആത്മാർത്ഥമായ സ്നേഹം കാത്തുസൂക്ഷിച്ചയാൾ, വിമർശനം നർമ്മം തുളുമ്പുന്ന ഭാഷയിൽ പുഞ്ചിരിയോടെ അവതരിപ്പിച്ച നിപുണൻ, ആരോടും ഇഷ്ടക്കുറവ് പ്രകടിപ്പിക്കാത്ത മനുഷ്യസ്നേഹി, ജാടകൾ ഒട്ടുമേയില്ലാത്ത പച്ച മനുഷ്യൻ, ജന്തുശാസ്ത്രത്തിലാണ് ബിരുദമെങ്കിലും ചരിത്രത്തിൽ അഗാധ പാണ്ഡിത്യം സ്വായത്തമാക്കിയ രാഷ്ട്രീയക്കാരൻ, തന്നെ സമീപിക്കുന്നവരിൽ ഒരിക്കലും മുഷിപ്പുളവാക്കാത്ത ജനപ്രതിനിധി, ദേശവാസികളോട് അടങ്ങാത്ത അഭിനിവേശം ഉള്ളിൽ ഒതുക്കിയ മന്യൻ, വശ്യമായ സംഭാഷണത്തിലൂടെ രാഷ്ട്രീയ എതിരാളികളെ ചേർത്ത് പിടിച്ച നയതന്ത്രജ്ഞൻ, ശാസ്ത്രവും ചരിത്രവും നോവലുകളും കഥകളും കവിതയും യഥേഷ്ടം ഓർമ്മയുടെ അറയിൽ ചിതലരിക്കാതെ ഒളിപ്പിച്ചു വെച്ച ജ്ഞാനി. കുട്ടി അഹമ്മദ് കുട്ടി അടുത്തറിയുന്ന സുഹൃത്തുക്കൾ പാടി നടക്കുന്ന ഗുണഗണങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. തിരൂരങ്ങാടി PSMO കോളേജിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയ ഞങ്ങളുടെ സൗഹൃദം അവസാനം വരെയും തുടർന്നു. തദ്ദേശ വകുപ്പിനെ ആശയതലത്തിൽ ശാക്തീകരിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്തുലമാണ്. മലപ്പുറത്തിൻ്റെ പരാധീനതകളും പരിഭവങ്ങളും മറയില്ലാതെ പാർട്ടി വേദികളിലും പൊതുവേദികളിലും കുട്ടിയാമുട്ടിയാക്ക തുറന്നു പറഞ്ഞു. പദവികൾ കിട്ടാൻ ആരുടെയും കാലുപിടിക്കാൻ അദ്ദേഹം ഒരുമ്പെട്ടില്ല. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞത്. ഒരിക്കൽ പരിചയപ്പെട്ടാൽ നമ്മുടെ ഓർമ്മ പുസ്തകത്തിൽ കുട്ടി അഹമ്മദ് കുട്ടി സ്ഥാനം പിടിച്ചിരിക്കും. പിന്നീട് നമ്മൾ ആഗ്രഹിച്ചാൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖം മനസ്സിൽ നിന്ന് പിഴുതുമാറ്റാനാവില്ല. മലപ്പുറം ജില്ലാ കൗൺസിലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരിക്കെയാണ് കൂടുതൽ ഞങ്ങൾ അടുത്ത് ഇടപഴകിയത്. CHുമായും അഹമ്മദ് സാഹിബുമായും കുട്ടി അഹമ്മദ് കുട്ടി ആത്മബന്ധം സ്ഥാപിച്ച ലീഗ് നേതാവ്, ശിഹാബ് തങ്ങളുടെ വാത്സല്യത്തിന് പാത്രമായ കടപ്പുറംകാരൻ. ആ അഹങ്കാരം അഭിമാനത്തോടെ അദ്ദേഹം അവസാന ശ്വാസം വരെ കൊണ്ടു നടന്നു. സീതി ഹാജിയുടെ മരണത്തെ തുടർന്ന് താനൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ മിന്നുന്ന ജയം കുട്ടി അഹമ്മദ് കുട്ടിയെ ആദ്യമായി നിയമസഭയിലെത്തിച്ചു. തുടർന്ന് 2 തവണ തിരൂരങ്ങാടിയെ പ്രതിനിധീകരിച്ച് MLA ആയി. കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ മന്ത്രിയായി. ദീർഘകാലം താനൂർ പഞ്ചായത്ത് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചു. കുറച്ചുകാലമായി വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ്. കുറച്ചുനാൾ മുൻപ് ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ TV ഇബ്രാഹിം MLAയുടെ കൂടെ അദ്ദേഹത്തെ സന്ദർശിച്ചത് ഓർക്കുന്നു. ഞങ്ങൾ ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞിരുന്നു. അന്നും അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് സമകാലിക ഇംഗ്ലീഷ് മലയാളം പ്രസിദ്ധീകരണങ്ങൾ നിറഞ്ഞുകിടന്നത് പ്രത്യേകം ശ്രദ്ധിച്ചു. എൻ്റെ പല അഭിപ്രായങ്ങളോടും യോജിച്ച അദ്ദേഹം ചില നിരീക്ഷണങ്ങളോട് ദയാരഹിതമായി തന്നെ വിയോജിച്ചു. ഒരു സെമിനാറിൽ പങ്കെടുത്ത ധന്യതയോടെയാണ് ഇബ്രാഹിമും ഞാനും അവിടെ നിന്ന് മടങ്ങിയത്. അത് കഴിഞ്ഞ് താനൂരിൽ CPMൻ്റെ ഒരു പൊതുയോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിൻ്റെ വീട്ടിലെത്തി സുഖവിവരങ്ങൾ ആരാഞ്ഞു. അന്ന് അദ്ദേഹം കൂടുതൽ ക്ഷീണിതനായി കാണപ്പെട്ടു. അവശത വേട്ടയാടുമ്പോഴും തോറ്റുകൊടുക്കാതെ കുട്ടിയാമുട്ടിയാക്ക വാതോരാതെ സംസാരിച്ചു. മഗ്രിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നമസ്കരിച്ചാണ് പിരിഞ്ഞത്. അതുപക്ഷേ എന്നേക്കുമായുള്ള യാത്ര പറച്ചിലാകുമെന്ന് കരുതിയില്ല. ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിനും ദൈവം ഒരു ധർമ്മം നിശ്ചയിച്ചിട്ടുണ്ടാകും. ജന്മലക്ഷ്യം പൂർത്തീകരിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറയുന്നവരും പാതി വഴിയിൽ വെച്ച് അന്ത്യയാത്രയാകുന്നവരുമുണ്ട്. കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് ഇതിൽ ഒന്നാമത്തെ ഗണത്തിലാണ് വരിക. ആരെയും നോവിക്കാതെ, ആരോടും പിണങ്ങാതെ ഒരു പുരുഷായുസ് ജീവിച്ചു തീർത്ത കർമ്മനിരതൻ. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്നേഹവസന്തം ചൊരിഞ്ഞ് കടന്നുപോയ കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് പുതുതലമുറക്കാർക്ക് ഉത്തമ മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ പരലോക മോക്ഷത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് KT ജലീൽ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നു.